കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് 5 മാസമായി. 20 വർഷം മുൻപ് ദിവസവേതനാടിസ്ഥാനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിയമിച്ച കുടുംബശ്രീ അംഗങ്ങളാണ് ഇവർ. സാങ്കേതിക തടസ്സം പറഞ്ഞാണ് മാസങ്ങളായി ഈ സ്ത്രീ തൊഴിലാളികളുടെ കൂലി നിഷേധിക്കുന്നത്. നമ്മൾക്ക് 5 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പം പ്രധാന പ്രശ്നം. 13,500 15 ആക്കി. ഇതുവരെ നമുക്ക് കയ്യിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ തുച്ഛമായ വരുമാനം കൊണ്ട് നമുക്ക് കുടുംബം മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസമാണ്. അതും ഈ 5 മാസം പെൻഡിങ്ങിലായാൽ എങ്ങനെ നമ്മൾ ജീവിക്കുന്നുള്ള ഒരു ഇതാണ്. എന്നാലും നമ്മൾ ജോലി എടുത്തോണ്ടേ ഉണ്ട്. ഈ 5 മാസമായിട്ട് നമ്മൾ പണി നിർത്തി വെച്ചിട്ടോ ഒന്നുമില്ല. 2016 ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികളെ നിയമിക്കുന്നത്. കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 21 വനിതകളെയാണ് പ്രാദേശികമായ തൊഴിൽ പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തി നിയമിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ പരിസര പ്രദേശങ്ങൾ, പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരി കോട്ട എന്നീ സ്ഥലങ്ങളായിരുന്നു ഇവരുടെ തൊഴിലിടങ്ങൾ. അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ച് പ്രദേശം ശുദ്ധീകരിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി. എന്നാൽ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്ന ഇവർക്ക് 5 മാസമായി ശമ്പളം ലഭിക്കാത്തത് തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്നവരാണ്. ഡെയിലി ബസ്സിൻ്റെ പൈസയും ഇതെല്ലാം ആകുമ്പോൾ ആവുന്നില്ല. എന്ന് വെച്ചാൽ 5 മാസം ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മാസം തോറും കിട്ടുന്ന പൈസയുടെ നമ്മൾ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ 5 മാസം പെൻഡിങ് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടിന് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂൾ ഓപ്പൺ ആക്കി, കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട്. അവർക്ക് ബുക്ക് ടെസ്റ്റ് ആയാലും ബസ്സിനുള്ള പൈസ ആയാലും കൊടുക്കാനൊന്നും നമ്മുടെ കൈവശം പൈസയില്ല. നമ്മൾ ഈ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വേറൊരു വരുമാനം ഇല്ല. വകുപ്പുകളുടെയും പദ്ധതികളുടെയും സാങ്കേതികമായ നൂലാമാലകളാണ് കഴിഞ്ഞ 5 മാസത്തോളമായി താഴെത്തട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉപജീവന ഭത്ത പോലും നിഷേധിക്കപ്പെടാൻ കാരണമായി പറയുന്നത്. ലഭിക്കാനുള്ള കൂലി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും 20 വർഷമായിട്ടും തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിത്തുക വർദ്ധിപ്പിക്കണമെന്നുമാണ് ശുചീകരണ തൊഴിലാളികളുടെ ആവശ്യം. പ്രശസ്തമായ ബേക്കൽ കോട്ടയുടെ പരിസരങ്ങൾ ശുചിയാക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്കാണ് മാസങ്ങളായി അവർക്ക് കൂലി ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ബന്ധപ്പെട്ട DTPC ഉൾപ്പെടെ ഇതിൽ ജാഗ്രതയോടെ ഇടപെടണം, അവരുടെ പ്രശ്നം പരിഹരിക്കണം. വലിയ ദുരിതത്തിലാണ് ഈ തൊഴിലാളികൾ. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.